നിലമ്പൂർ പള്ളിക്കുത്തിൽ രതീഷിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിന് പിന്നിൽ ഹണി ട്രാപ്പാണെന്ന ആരോപണവുമായി കുടുംബം. സമീപത്തെ ഒരു സ്ത്രീ ഉൾപ്പെടെ സംഘത്തിനെതിരെയാണ് ആരോപണം. കടം വാങ്ങിയ പണം തിരിച്ചു കൊടുക്കാനെന്ന പേരിൽ ആ സ്ത്രീ രതീഷിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയെന്ന് സഹോദരൻ രാജേഷ് പറയുന്നു. തുടർന്ന് ബലം പ്രയോഗിച്ച് നഗ്നനാക്കുകയും യുവതിക്കൊപ്പം ഫോട്ടോ എടുക്കുകയും ചെയ്തു. 2 ലക്ഷം രൂപ നൽകാത്ത പക്ഷം ചിത്രം പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തി. രതീഷ് പണം നൽകാഞ്ഞതിനാൽ ആ ഫോട്ടോ ഭാര്യയ്ക്കും സുഹൃത്തുക്കൾക്കും സ്കൂൾ ഗ്രൂപ്പിലും അയച്ചു. ഇതാണ് ആത്മഹത്യക്കിടയാക്കിയതെന്ന് രാജേഷ് പറയുന്നു. നിലവിലുള്ള അന്വേഷണം കാര്യക്ഷമമല്ലെന്നും കുടുംബം കുറ്റപ്പെടുത്തുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസിൽ ഇരുട്ടിൽ തപ്പുന്ന ക്രൈംബ്രാഞ്ചിന് പിടിവള്ളിയായി മാധ്യമപ്രവർത്തക ലക്ഷ്മി പത്മയുടെ ഫേസ്ബുക്ക് കുറിപ്പ്. രാഹുൽ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ സ്ത്രീയെ അറിയാമെന്ന ലക്ഷ്മിയുടെ വെളിപ്പെടുത്തൽ വന്നതോടെ കേസ് അവിടെ തുടങ്ങാമെന്ന പ്രതീക്ഷയിലാണ് ക്രൈംബ്രാഞ്ച് സംഘം. ആദ്യ വെടിപൊട്ടിച്ച റിനിയാൻ ജോർജും ഹണി ഫാസ്കനും മറ്റും തങ്ങൾക്ക് പരാതിയില്ലെന്ന നിലപാടിലേക്ക് ചുവടുമാറ്റിയതോടെ പരാതിക്കാരില്ലാത്തതിനാൽ കേസ് എവിടെ തുടങ്ങുമെന്ന വിഷമസ്ഥിതിയിലായിരുന്നു ക്രൈംബ്രാഞ്ച്. പീഡിപ്പിക്കപ്പെട്ടുവെന്ന് പറയുന്ന സ്ത്രീ ആവട്ടെ വെളിച്ചത്ത് വരാൻ കൂട്ടാക്കിയതുമില്ല. അവർ ആരാണെന്ന് പോലും വ്യക്തതയില്ലാതിരിക്കെയാണ് ലക്ഷ്മി പത്മ ആ സ്ത്രീയെ അറിയുമെന്ന അവകാശവാദവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ലക്ഷ്മിയെ ചോദ്യം ചെയ്യുന്നതിനെ കുറിച്ചാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ ആലോചിക്കുന്നത്. വിമാനത്തിനുള്ളിൽ മുഖ്യമന്ത്രി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വധിക്കാൻ ശ്രമിച്ചുവെന്ന കേസിന് കേന്ദ്രത്തിന്റെ വെട്ട്. സിവിൽ ഏവിയേഷൻ വകുപ്പ് ചുമത്തി പ്രോസിക്യൂഷൻ അനുമതി ചോദിച്ച റിപ്പോർട്ടിന് കേന്ദ്രം അനുമതി നിഷേധിച്ചു. വിമാന സുരക്ഷാ നിയമം ഈ കേസിൽ നിലനിൽക്കില്ലെന്ന് കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ അറിയിച്ചു. മുൻ MLA ശബരിനാഥൻ ഉൾപ്പെടെ 4 കോൺഗ്രസ് പ്രവർത്തകരാണ് കേസിലെ പ്രതികൾ. കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്ത് ഇറങ്ങിയ ഇൻഡിഗോ വിമാനത്തിൽ 3 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുഖ്യമന്ത്രിയെ വധിക്കാൻ ശ്രമിച്ചുവെന്നാണ് കേസ്. 2022 ജൂൺ 13-നാണ് സംഭവം. ഫർസീൻ മജീദ്, RK നവീൻ കുമാർ, സുനിത് നാരായണൻ എന്നീ യൂത്ത് കോൺഗ്രസുകാർക്കെതിരെയാണ് കേസെടുത്തത്. ഗൂഢാലോചനയിൽ അന്നത്തെ യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റായിരുന്ന KS ശബരിനാഥനെ പ്രതി ചേർത്തു. യൂത്ത് കോൺഗ്രസുകാരെ വാട്സാപ്പ് ഗ്രൂപ്പിൽ വിമാനത്തിലെ പ്രതിഷേധം ആഹ്വാനം ചെയ്തുവെന്നായിരുന്നു കുറ്റം. മുഖ്യമന്ത്രിയെ വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് പ്രവർത്തകർ പാഞ്ഞെടുത്തതെന്നായിരുന്നു പോലീസ് റിപ്പോർട്ട്. വധശ്രമത്തിന് പുറമെ വ്യോമയാന നിയമത്തിലെ വകുപ്പും ചുമത്തി. വിമാനത്തിൽ വെച്ച് യാത്രക്കാരനെ അപകടപ്പെടുത്താൻ ശ്രമിച്ചതും വിമാനത്തിൽ കേടുപാടുണ്ടാക്കിയതുമായ വകുപ്പുകളാണ് ചുമത്തിയത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയ തൃണമൂൽ കോൺഗ്രസ് MP മഹുവ മൊയ്ത്രയ്ക്കെതിരെ കേസ്. ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ FIR രജിസ്റ്റർ ചെയ്തു. ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റം തടയുന്നതിൽ അമിത്ഷാ പരാജയപ്പെട്ടാൽ അമിത്ഷായുടെ തലവെട്ടി മേശപ്പുറത്ത് വയ്ക്കുകയാണ് ആദ്യം ചെയ്യേണ്ടതെന്ന മഹുവ നടത്തിയ പരാമർശത്തിനെതിരെയാണ് കേസ്. പ്രദേശവാസിയായ ഗോപാൽ സാമന്തോ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. പരാമർശം ഭരണഘടനാ വിരുദ്ധമാണെന്ന് ആരോപിച്ച് ഗോപാൽ സാമന്തോ എന്ന വ്യക്തി ഛത്തീസ്ഗഡിലെ മാന പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയതോടെ കേസ് രജിസ്റ്റർ ചെയ്തു. ഭാരതീയ ന്യായ സംഹിതയുടെ 196-ാം വകുപ്പ്, അതായത് മതം, വംശം, ജന്മസ്ഥലം, വാസസ്ഥലം, ഭാഷ തുടങ്ങിയവയുടെ പേരിൽ വിവിധ വിഭാഗങ്ങൾക്കിടയിൽ ശത്രുത വളർത്തൽ, അതുപോലെ തന്നെ 197-ാം വകുപ്പ് ദേശീയോദ്ഗ്രഥനത്തിന് ഹാനികരമായ ആരോപണങ്ങൾ എന്നിവയാണ് FIR-ൽ ചുമത്തിയിരിക്കുന്നതെന്ന് പോലീസ് പറഞ്ഞു. UP-യിലെ സംഭാലിലെ ഹിന്ദു ജനസംഖ്യ കുറയ്ക്കാനും മുസ്ലിം ജനസംഖ്യ വർദ്ധിപ്പിക്കാനുമുള്ള ആസൂത്രിതമായ ഗൂഢാലോചനകൾ മാറി മാറി വന്ന സമാജ്വാദി കോൺഗ്രസ് സർക്കാരുകൾ ചെയ്തുവെന്ന് യോഗി ആദിത്യനാഥ്. 2024 നവംബറിൽ UP-യിലെ സംഭാലിൽ നടന്ന വർഗീയ ലഹളയെക്കുറിച്ച് പഠിച്ച ജുഡീഷ്യൽ കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ടിൽ ഹിന്ദു സമുദായത്തിനെതിരെ നടന്ന ആസൂത്രിത ഗൂഢാലോചനയെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. കാലാകാലങ്ങളായി ഹിന്ദു ജനസംഖ്യ ദുർബലപ്പെടുത്താനുള്ള ആസൂത്രിത നീക്കം സംഭാലിൽ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും നടത്തിയിരുന്നതായി റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. റിട്ടയർഡ് അലഹബാദ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ദേവേന്ദ്രകുമാർ അറോറയുടെ നേതൃത്വത്തിലുള്ള സമിതിയാണ് സംഭാലിനെ നടുക്കിയ 5 പേരുടെ മരണത്തിന് കാരണമായ സംഭാൽ കലാപത്തെക്കുറിച്ച് പഠനം നടത്തി 450 പേജുള്ള റിപ്പോർട്ട് സമർപ്പിച്ചത്. 1529-ൽ നിലനിന്നിരുന്ന ഹരിഹർ ക്ഷേത്രത്തെ മുഗൾ ഭരണാധികാരി തകർത്തെറിഞ്ഞാണ് ഷാഹി ജുമാ മസ്ജിദ് പണിതതെന്ന് സംബന്ധിച്ച ഹർജിയിൽ വാദം കേട്ട കോടതി ഷാഹി ജുമാ മസ്ജിദിൽ സർവേ നടത്താൻ ഉത്തരവിട്ടു. ഇതേ തുടർന്നാണ് ഇവിടെ ലഹള പൊട്ടിപ്പുറപ്പെട്ടത്. ചൈനയിലെ ടിയാൻജിൻ നഗരത്തിൽ നടക്കുന്ന ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടിയിൽ SCOയുടെ പ്രാധാന്യം വിശദീകരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കഴിഞ്ഞ 34 വർഷമായി യുറേഷ്യ മുഴുവൻ ബന്ധിപ്പിക്കുന്നതിൽ SCO ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. SCOയിലെ സജീവ അംഗരാജ്യമെന്ന നിലയിൽ ഇന്ത്യ ഒരു പോസിറ്റീവ് പങ്ക് വഹിച്ചിട്ടുണ്ട്. SCOയെ കുറിച്ചുള്ള ഇന്ത്യയുടെ ചിന്ത 3 പ്രധാന സ്തംഭങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്നും അവ S സുരക്ഷ, C കണക്ടിവിറ്റി, O അവസരം എന്നിങ്ങനെയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഭീകരത മുഴുവൻ മനുഷ്യരാശിക്ക് പൊതുവായ ഒരു വെല്ലുവിളിയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സുരക്ഷയെ സംബന്ധിച്ച് സുരക്ഷ, സമാധാനം, സ്ഥിരത എന്നിവയാണ് ഏതൊരു രാജ്യത്തിന്റെ വികസനത്തിന്റെ അടിസ്ഥാനമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. എന്നാൽ
ഭീകരത, വിഘടനവാദം, തീവ്രവാദം എന്നിവ അതിന്റെ പാതയിലെ വലിയ വെല്ലുവിളികളാണ്. തീവ്രവാദം ഒരു രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് മാത്രമല്ല മുഴുവൻ മനുഷ്യരാശിക്കും പൊതുവായ ഒരു വെല്ലുവിളിയാണ്. ഒരു രാജ്യത്തിനും അതിൽ നിന്ന് സ്വയം സുരക്ഷിതരാണെന്ന് കരുതാൻ കഴിയില്ല. ചൈനയിൽ നടക്കുന്ന SCO സമ്മേളനത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്താണ് നിർണായകമായ പരാമർശങ്ങൾ നടത്തിയത്. യുക്രൈനിലേക്ക് ഏറ്റവും കൂടുതൽ ഡീസൽ കയറ്റുമതി ചെയ്യുന്ന രാജ്യം ഇന്ത്യയാണെന്ന കണക്ക് പുറത്ത്. ഈ ജൂലൈയിൽ മാത്രം യുക്രൈനിലേക്ക് വന്ന ഡീസലിന്റെ 15.5% ഇന്ത്യയിൽ നിന്നും വാങ്ങിയിരുന്നത്. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിനെതിരെ ഇന്ത്യക്ക് മേൽ 50% വ്യാപാര തീരുവ പിഴച്ചുങ്കം എന്ന നിലയിൽ ഏർപ്പെടുത്തിയ അതേ സമയത്താണ് റഷ്യൻ എണ്ണയിൽ നിന്നും ഇന്ത്യ വേർതിരിച്ചെടുക്കുന്ന ഡീസൽ യുക്രൈൻ ഉൾപ്പെടെയുള്ള നിരവധി യൂറോപ്യൻ രാജ്യങ്ങൾ വാങ്ങുന്നത് എന്നതാണ് വലിയ വിരോധാഭാസം. മാത്രമല്ല, അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും പല ഉൽപ്പന്നങ്ങളും റഷ്യയിൽ നിന്നും വാങ്ങുന്നുണ്ടല്ലോ എന്ന ഇന്ത്യയുടെ ചോദ്യത്തിന് ഇതുവരെ ട്രംപിനോ യൂറോപ്യൻ രാജ്യങ്ങൾക്കോ മറുപടിയില്ല. റഷ്യയുമായി യുക്രൈൻ നടത്തുന്ന യുദ്ധത്തിൽ യുക്രൈന്റെ സമ്പദ്ഘടനയെ താങ്ങി നിർത്തുന്നതാണ് ഇന്ത്യയിൽ നിന്നുള്ള ഡീസൽ. പക്ഷേ ആ ഡീസൽ ഇന്ത്യ ഉണ്ടാക്കുന്നത് റഷ്യയുടെ എണ്ണയിൽ നിന്നാണ് എന്നതാണ് വൈരുദ്ധ്യം.